ഇപ്പോൾ എന്താ പറയുക, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ ഈ മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും സങ്കടം വരികയാണ്. കഴിഞ്ഞ ദിവസം എല്ലാവരും പത്രത്തിൽ കണ്ടല്ലോ, 2 ഫാമിലീസിലെയാണ് ഇങ്ങനെ മൊത്തത്തിൽ പോയിരിക്കുന്നത്. അതായത് അമ്മ 2 പെൺകുട്ടികൾ, വേറെടുത്തും അമ്മ 2 പെൺകുട്ടികൾ. കുഞ്ഞുങ്ങളുടെ ആ മുഖം മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായുന്നില്ല. അത് മായാത്ത സമയത്ത് നമുക്കൊന്ന് ചിന്തിക്കാം, കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല, അവരുടെ ആ പ്രായത്തിൽ അവർക്കൊന്നും അറിയുന്നില്ല. പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് താൻ ജന്മം നൽകി ഇത്രയും വളർത്തി വലുതാക്കിയ ആ കുഞ്ഞുങ്ങളുമായിട്ട് ജീവൻ ഒടുക്കുന്ന ആ അമ്മയുടെ മാനസികാവസ്ഥ അതെനിക്ക് നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് എൻ്റെ മനസ്സിലതിങ്ങനെ നിൽക്കുകയാണ്. നമ്മളെല്ലാവരും പറയുമോ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. 1056 എന്ന് പറയുന്ന ദിശയുടെ നമ്പറാണ്. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും നാട്ടിലുള്ളവരുടെ കാര്യമാണ്, വെളിയിൽ നിന്ന് എനിക്ക് അറിയില്ല കിട്ടുമോയെന്ന്. ഞാൻ പറയണ 1056 പറയുമ്പോഴത്തേക്ക് ഒരു കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ ചേട്ടന് വലിയച്ഛൻ്റെ മോന് അംബാസഡർ കാറുണ്ടായിരുന്നല്ലോ ഒരു ടൈം, ഭയങ്കര ഫേമസ് അല്ലായിരുന്നു. ആ ടൈമിൽ ഉണ്ടായിരുന്ന അംബാസഡർ വണ്ടിയുടെ നമ്പറാണ് 1056. അപ്പം അതാണ് എനിക്ക് പെട്ടെന്ന്, അതുകൊണ്ടാണ് ഞാനതിങ്ങനെ മനസ്സിൽ ഇട്ടേക്കുന്നത്. ദിശ എന്നാണ് പേര്. ദിശയിലേക്ക് വിളിക്കാം. 1056 നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ അവിടെ ഒരാൾ എപ്പോഴും റെഡിയായിരിക്കും. അതും രാത്രിയായാലും പകലായാലും നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഒരാളവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ആരോടും പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഇന്ന സ്ഥലം എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെക്കുറിച്ചൊന്നും വേറെ ഒന്നും അവർ ചോദിക്കുന്നതിന് നമുക്ക് പറയണമെങ്കിൽ പറഞ്ഞാൽ മതിയാവും. നിങ്ങൾക്ക് സംസാരിക്കാം. നമുക്കിപ്പോൾ എനിക്കങ്ങനെയല്ല, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ കേൾക്കാൻ തയ്യാറാണ്. ഇടയ്ക്കൊക്കെ പത്രത്തിൽ അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, അത് ഒരുപക്ഷെ ഇത് ചില സമയത്ത് നമുക്ക് പ്രയോജനം ചെയ്യും. ഞാനിപ്പം പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ അമ്മയും മക്കളും പിന്നെ നമ്മൾ ഒരു കാര്യം, ഇതിനെ എല്ലാ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒറ്റ കാര്യം നമ്മൾ ചിന്തിക്കുന്ന വേറൊരു കാര്യമാണ്, അവർക്ക് അത്രയും ഉള്ള ആയുസ് എന്ന് പറയും. ഞാൻ അതിലും കുറച്ചൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നമുക്കൊരു ആയുസ് വിധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ആയുസ് തീരുമ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവും. ചിലർ കണ്ടിട്ടില്ല, ആത്മഹത്യയൊക്കെ ചെയ്യും. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും, കാര്യങ്ങളെല്ലാം ഓക്കെ, പക്ഷെ മരിക്കില്ല. അങ്ങനെയുണ്ട്. എന്നിട്ട് മരിക്കാതെ ആത്മഹത്യ ചെയ്തത് ആ രീതിയുടെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളൊക്കെ സംഭവിച്ച് ബെഡിലായി പോകുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാണ്, ആരും ആത്മഹത്യ ചെയ്യണ്ട. കാരണം അതൊരു ഞാണിന്മേൽ കളി പോലെയാണ്. ചിലപ്പോഴേ മരിക്കുള്ളൂ. മരിച്ചില്ലെങ്കിൽ തീർന്നു പിന്നെ ജീവിതം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് അത് നടന്നില്ല, മരിച്ചില്ല എങ്കിൽ ഈ ഏകദേശം നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും അറിയും ഇന്നാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇല്ലേ, പക്ഷെ ചത്തില്ല. അത് വലിയൊരു നാണക്കേടായിട്ട് നിൽക്കും. മാത്രമല്ല, ഈ ഏതാണ് നമ്മൾ ആത്മഹത്യക്കായിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന രീതി എന്ന് പറയുന്ന അറിയത്തില്ല. ഒന്നീ ഞരമ്പ് മുറിക്കലോ അല്ലെങ്കിൽ വിഷം കഴിക്കലോ അല്ലെങ്കിൽ തൂങ്ങി മരണോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലെന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ മരണവും സംഭവിക്കില്ല, ചിലപ്പോൾ നമുക്ക് വല്ല വൈകല്യങ്ങളും ഉണ്ടാകും. നമുക്ക് ജീവിതാവസാനം വരെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. കിടപ്പിലായി പോയാലോ? നമ്മൾ അത്രയും നാളും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആത്മഹത്യ ചെയ്തത് അതിലും വലിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ട്രാജഡി, വലിയ ദുരന്തം. അതുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്യണ്ട കേട്ടോ. നമ്മൾ ഫൈറ്റ് ചെയ്യണം. നമുക്ക് നല്ല കഴിവുള്ളവരാണ്. ഈശ്വര, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. എന്തായാലും ഞാൻ ഈശ്വരൻ എന്ന് വെച്ചേ പറയുന്നുള്ളൂ. ഈശ്വരനെ വിശ്വാസമില്ലാത്തവർ മറ്റൊരു ശക്തി എന്തായാലും ഈ ഭൂമിക്ക് ഉണ്ട് എന്ന് കരുതി വിചാരിച്ചോളൂ. ഓക്കെ. അപ്പം നമുക്ക് എല്ലാം നേടാനായുള്ള ഒരു മനസ്സിനും
ശരീരത്തിനും ഉള്ള ധൈര്യം ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും പല സന്ദർഭങ്ങളിലും അത് സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അത് എന്താണ് മറന്നു പോകുന്നതാണ് സംഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഒരു പ്രത്യേക ഒരു പവറുണ്ട് പലതിനെയും അതിജീവിക്കുവാനായിട്ട്. അത് നമ്മൾ പല ഘട്ടങ്ങളിലും അങ്ങനെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഉറപ്പ് കാര്യമാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾ ജനിച്ച് വീഴുന്നു ഇല്ലേ? നിങ്ങൾക്ക് വിശപ്പ് തോന്നുന്നു, നിങ്ങൾ കരയുന്നു, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നു ഇല്ലേ? നിങ്ങൾ പല പ്രാവശ്യവും വീഴുന്നു. നിങ്ങൾ എന്നല്ല, നമ്മൾ പല പ്രാവശ്യവും വീണ് നമ്മൾ തനിയെ എഴുന്നേൽക്കാൻ പഠിക്കുന്നു ഇല്ലേ? എഴുന്നേൽക്ക് നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഓടാൻ പഠിക്കുന്നു ഇല്ലേ? ഓടുമ്പോൾ വീഴുന്നു. പക്ഷെ നമുക്കറിയാം ഓടുമ്പം വീഴുമെന്ന്. പക്ഷെ നമ്മൾ ഓടാതിരിക്കുമോ? കുട്ടികൾ പിന്നെയും ഓടിക്കൊണ്ടിരിക്കും അല്ലേ? നമ്മളെന്ന കുട്ടികൾ നമ്മൾ ഒരുപാട് വീണിട്ടുണ്ട്. വീഴ്ചയിലൂടെയാണ് പഠിക്കുന്നതെന്ന് പറയുന്നത്. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പം പറയുന്നത് അത് വീണ് കൈയൊക്കെ പൊട്ടി ചോര വന്നു കഴിഞ്ഞാൽ പറയും അത് ചോര കാണാൻ നല്ലതാണ്, അപ്പം പെട്ടെന്ന് പഠിക്കുമെന്ന് പറയും ഇല്ലേ? പക്ഷെ നമുക്കതറിയാം. സൈക്കിൾ ചവിട്ടുമ്പോൾ ഒരു പക്ഷേ വീഴും, മുട്ട് പൊട്ടും, കൈ പൊട്ടും എന്നൊക്കെ അറിയാം. പക്ഷേ അതും വെച്ച് നമ്മുടെ മനസ്സിലുണ്ടായിട്ട് നമ്മളതിനെ വരുന്നിടത്ത് വെച്ച് കാണാൻ പഠിച്ചിട്ടേ ഉള്ളൂ, ബാക്കി കാര്യമൊന്നും ചിന്തിക്കത്തില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്ത് വരുന്നത്. പഠിക്കുന്നത് നിസ്സാര കാര്യമാണ്? അല്ല, ഒരിക്കലും അല്ല. പഠിക്കാൻ പോകുന്നത് നിസ്സാര കാര്യമാണ്? സ്കൂൾ വരെ എത്തിപ്പെടുന്നത് നിസ്സാര കാര്യമാണ്? പഠിക്കുന്ന അത്രയും മണിക്കൂറോളം ക്ലാസ്സിലിരിക്കുന്നു, ഓരോ ടീച്ചർമാരും വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അതെല്ലാം പഠിക്കുന്നു, എഴുതുന്നു അല്ലേ? ഓരോ വർഷവും നമ്മൾ ജയിച്ചാണ് ഓരോ ക്ലാസ്സിലേക്ക് കയറുന്നത് അല്ലേ? ചിലർക്ക് തോൽവികൾ സംഭവിക്കാം. പഠിക്കുന്നതിനിടയ്ക്ക് തോൽവികൾ സംഭവിക്കുന്നവരാരും ജീവിതത്തിൽ വിജയിക്കുന്നില്ലേ? ഉണ്ട്, ഒരുപാട് പേര് വിജയിക്കുന്നുണ്ട് അല്ലേ? കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ചില്ലേ? അന്നേരം നമ്മൾ മുന്നിലേക്ക് വന്നില്ലേ? നമുക്ക് ചിലപ്പം കുഞ്ഞിലേക്ക് പഴയ കാലത്ത് 1-2 ഉടുപ്പൊക്കെ കാണുള്ളൂ, അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ? ഇല്ലേ? പക്ഷേ ഇന്ന് നമുക്ക് എത്ര ഷർട്ട് അല്ലെങ്കിൽ എത്ര ചുരിദാർ അല്ലേ, എത്ര സാരി, ഇതൊക്കെ എത്രയോ എണ്ണങ്ങൾ കാണും അല്ലേ? പണ്ട് കാലത്ത് അത്രയും എണ്ണം ഉണ്ടോ? ചിലർക്കൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുപോലാണ്. ചിലപ്പോൾ എൻ്റെ അമ്മ ഇതിന് മാത്രം എന്തിനാ അലമാരിക്കകത്ത് സ്ഥലമുണ്ടോ ചോദിക്കും. ഞാൻ പറഞ്ഞ അതിന് മാത്രം ഒന്നും ഇല്ല. എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ നല്ല ഇങ്ങനെ അടുക്കി വെച്ചേക്കും. എവിടെ പോയാലും 1-2 അത് പുറമേ കാണിക്കത്തുള്ളൂ. ഞാൻ പറയും എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ചത്തു പോകുമ്പോൾ കൊണ്ടുപോകുമെന്ന് ഞാൻ ചോദിക്കും. കാരണം എന്താണ്, നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ഒന്നുകിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരെ ബന്ധുക്കാരൊക്കെ നമുക്ക് തരുന്നുണ്ട് പുതിയത് അല്ലേ? അപ്പം ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നിലേക്ക് വന്നവരാണ് അല്ലേ? പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ജോലിയുണ്ട്. എന്തായാലും ചെറുതോ വലുതോ ആയ ഒരു ജോലി നമുക്ക് എല്ലാവർക്കും ഉണ്ടേ. ചില സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, എന്നെ പോലെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പം വീട്ടിലിരുന്ന് പോകുന്നത്, പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാതെ. ബാക്കി എല്ലാ പുരുഷന്മാർക്കും എന്താണ്, ജോലിയുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. അവർ കഷ്ടപ്പെടുകയാണ് ഇല്ലേ? നമ്മൾക്ക് അറിയാം. ഫുഡ് ഡെലിവറി ചെയ്യാൻ വരുന്നവർ, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യാൻ സോറി അങ്ങനെ ഒരുപാട് പേരുണ്ട് ആ ജോലി ചെയ്യുന്നവർ. അവരൊന്ന് ആലോചിച്ച് നോക്കിയേ, വെയിൽ, മഴ ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവർ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നവർ. നമ്മുടെ നാട്ടിലെ ചൂട് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുകയാണ് നമ്മളല്ലേ? ഒരു ചൂട് കാലമാകുമ്പോൾ മാത്രമാണ് ആ ചൂടിനെ അത്ര ഭയക്കേണ്ടത്. പക്ഷേ വെളിയിലേക്ക് പോയേ, കേരളത്തിന് വെളിയിലേക്ക് പോയി. എൻ്റെ അപ്പച്ചൻ്റെ വീട്ടുണ്ട് കേരളത്തിന് വെളിയിലാണ്, ആന്ധ്രയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് കേരളം വിട്ട് കഴിയുമ്പം ചൂടങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ട്രെയിനിലുള്ള ബുദ്ധിമുട്ട്. അപ്പം അപ്പച്ചി മിക്കവാറും വിളിക്കാറുണ്ട്. അപ്പം വിളിക്കും ഒന്നിലവിടെ ചൂട് അല്ലെങ്കിൽ തണുപ്പ്. ആ ചൂടെന്ന് പറഞ്ഞാൽ കൊടും ചൂട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനൊക്കെ അവിടെ ചെന്നിട്ട് വീടിനകത്ത് കുഴപ്പമില്ല, ഒരു പ്രത്യേകതരം ഒരു
കാലാവസ്ഥയാണ് വീടിനകത്ത്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ, നമ്മൾ പൊള്ളുന്നത്, നമുക്ക് ഉഷ്ണമൊന്നും എടുക്കുന്നില്ല, വിയർപ്പൊന്നും അല്ല തോന്നുന്നത്, പക്ഷെ നമ്മുടെ ദേഹമൊക്കെ പൊള്ളുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. തുണിയൊന്നും വരെ നമുക്ക് വെയിലത്തൊന്നും ഇടേണ്ട കാര്യമില്ല, ചുമ്മാ കഴുകി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അശയിൽ വിരിച്ചിട്ടാൽ മതി. വെയിൽ വേണമെന്നില്ല, കുറേ നേരം കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങിക്കോളും. നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, അകത്താണ് വിരിക്കുന്നത്. നമ്മൾ കൊണ്ടുവന്ന് പുറത്ത് വെയിലത്ത് കൊണ്ടുവന്ന് വിരിച്ചാണ് ഉണക്കിയെടുക്കുന്നത്. പക്ഷെ അവിടെ വെയിലത്തൊന്നും കൊണ്ടുവന്ന് വിരിക്കണമെന്നില്ല, അത് തനിയെ ഉണങ്ങിക്കോളും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതിലും മികച്ച ചൂടാണ് കേരളത്തിന് വെളിയിൽ. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ, വിദേശങ്ങളിലൊക്കെ എന്താണ് ഇതുപോലത്തെ ഒരവസ്ഥയാണ്. പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ഭൂമിയുടെ ആ ഒരു ചായവും കാര്യങ്ങളും അറിയാം. അപ്പം എവിടെയൊക്കെയാണ് തണുപ്പ് കൂടുതലുള്ളത് അല്ലേ, അവിടെയും ആളുകൾ ജീവിക്കുന്നില്ലേ? ഇല്ലേ? ചില സൂര്യൻ, നമ്മളെല്ലാ ദിവസവും സൂര്യനെ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും സൂര്യനെ കാണാൻ പറ്റാത്ത രാജ്യങ്ങളില്ലേ? ചില സമയങ്ങളിൽ തണുപ്പ് ഒരുപാടായിട്ട് എന്താണ് അവരും ആ തണുപ്പിനെല്ലാം പ്രതിരോധിച്ച് ജീവിക്കുന്നില്ലേ? ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെയുണ്ട്. ആർട്ടിക്ക, അന്റാർട്ടിക്ക, അങ്ങനെ ആ ഒരു ഭൂപ്രദേശത്തെയൊക്കെ ജീവിതങ്ങൾ ഇല്ലേ? ആൾതാമസം ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പം എല്ലാത്തിനെയും നമ്മൾ പ്രതിരോധിക്കുകയാണ്. കൊറോണ വന്ന് പ്രതിരോധിച്ചില്ലേ, കുറേ ജീവനുകൾ നഷ്ടമായി. എൻ്റെ ഒരു ആങ്ങളുണ്ട്, അണ്ണനാണെങ്കിൽ ഭയങ്കരമായിട്ടും സ്വയം പ്രതിരോധിച്ച് നിന്ന ആളാണ്. പക്ഷേ അണ്ണന് വന്നു. അത് ഞങ്ങളുടെ ഇതിൽ അണ്ണന് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അണ്ണൻ ഒരുപാട് ശ്രദ്ധിക്കുമായിരുന്നു, പക്ഷേ അണ്ണന് വന്നു. അപ്പം നമുക്കങ്ങനെ ആരെങ്കിലും കൊണ്ട് വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഞാൻ ഹസ്ബൻഡൊക്കെ ഞങ്ങൾ ഹസ്ബൻഡ് ജോലി ഭാഗമായിട്ട് വേറെ സ്ഥലത്ത് താമസിക്കുകയാണ്. ഇപ്പം ഈ നമ്മൾ ഡെയിലി ഈ ന്യൂസൊക്കെ കേൾക്കുമ്പം, ഫോണിൽ കേൾക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഫോണിലിങ്ങനെ കേൾക്കുന്നു. അങ്ങനെ ആകെ നമുക്ക് ടെൻഷനായിട്ട് നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങാതിരുന്ന് കഴിയുമ്പോൾ നോക്കുവാൻ എനിക്കാണെങ്കിൽ അങ്ങ് തലകറക്കം തുടങ്ങി. തലകറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, പക്ഷേ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, തലകറക്കമാണ്. അപ്പം പിന്നെ മാസ്കൊക്കെ വെച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അത് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. അത് വെയിൽ കൊള്ളാൻ പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങണം, വെയിൽ കൊള്ളണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ മരുന്നൊക്കെ തന്നു, പുറത്തിറങ്ങി വെയിലൊക്കെ കൊണ്ട്. പിന്നെ ഞാൻ അപ്പോഴും നമുക്ക് ആ സംഭവിക്കുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നവും കൂടിയാണെന്ന് അന്നൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ മനസ്സിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ആലോചിക്കാനും അറിയാനും ശ്രമിക്കാൻ തുടങ്ങിയത്. അത് എൻ്റെ മനസ്സിൻ്റെയും കൂടി ഒരു പ്രശ്നമായിരുന്നു. അതായത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, അതുപോലുള്ള വാർത്തകൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ രോഗത്തിൻ്റെ അവസ്ഥ കൂടിക്കൂടി വരികയാണ്, കുറയുന്ന ലക്ഷണങ്ങളൊന്നുമില്ല. ഇങ്ങനെ കൂടിക്കൂടി പോയി കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നു, അപ്പോൾ ആ സ്ഥലത്തു നിന്ന് എപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റും, എല്ലാവരെയും കാണാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത. പിന്നെ നമുക്ക് ടി വി ഒന്നുമില്ല അവിടെ, നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വീടാണ്. ടി വി ഇല്ല, ഹസ്ബൻഡിൻ്റെ ഫോണാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഈ